ഇത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ഏതാണ്ട് ഒരു 10-30 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഡൽഹിയിലിരിക്കുമ്പോൾ അവിടെ നിന്നൊരു സന്യാസി അയാൾ തന്ന ഒരു സാധനമായത്. ഇതൊരു ചെറിയ പീഠമാണ്. ആക്ച്വലി ഒരു കൊച്ചു പീഠം. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഒരു കൊച്ചു പീഠമാണ്. ഇതിൻ്റെ കൂടെ കുറേ സെറ്റുകൾ മാതിരിയെല്ലാം ഉണ്ട്. പുള്ളി പറഞ്ഞത് ഇത് ഈ ആത്മാവിനെ വരുത്തുന്ന ഒരു പീഠമാണെന്നാണ് പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞത്. അപ്പോൾ ഞാനിതുവരെ 50-55 വയസ്സാകുമ്പോൾ ഇവനെ ഒന്ന് ചെക്ക് ചെയ്താലോ എന്ന് വിചാരിക്കുകയാണ്. ഇതൊരു ചെറിയൊരു തടി കഷ്ണം, അതിൽ 4 പീഠം വയ്ക്കാനുള്ള പട്ടൊക്കെ ഇടണം എന്നാണ് പുള്ളി പറയുന്നത്. ഒരു ചുമലപ്പട്ടൊക്കെ വിരിച്ചിട്ട് ഇട്ടാൽ ഇത് ഫിറ്റ് ചെയ്യണം. ഇതിങ്ങനെ പുള്ളി പറഞ്ഞ അനുസരിച്ചാണ് ചെയ്യാൻ പോയത്. ഇതിങ്ങനെ നമ്മൾ ഇതിനകത്തോട്ട് വെക്കണം പറഞ്ഞാൽ മനസ്സിലായി. അപ്പം അതിൻ്റെ പുള്ളിക്കാരനെ ഏതാണ്ടൊക്കെ തന്നിട്ടുണ്ട് ഇവിടെ. അത് എങ്ങനെയായിരുന്നു എന്നൊന്നും ഞാൻ അധികം ഓർക്കുന്നില്ല. ആക്ച്വലി എൻ്റെ ഓർമ്മയുടെ പുറത്ത് ഞാൻ ചെയ്യാനായിട്ട് നോക്കുവാണ്. അപ്പം എൻ്റെ സ്ക്രൂ ഒക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ സ്ക്രൂ ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ആ പഴയ സഞ്ചിയൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ആക്ച്വലി ആ സഞ്ചിക്കകത്ത് വന്ന് ഞാനിപ്പം ഈ റൂമൊക്കെ ഒന്ന് മാറിയപ്പം എനിക്ക് കിട്ടിയതായത്. ഞാനത് പൊടിയൊക്കെ ഒന്ന് തട്ടിയെടുത്തതാണ് സംഭവം. ഇതിൻ്റെ 2 സ്ക്രൂ ഒക്കെ ഉണ്ട് ഇതിനകത്ത്. അയാൾ പറഞ്ഞത് ഈ പീഠം നമ്മൾ ഈ ബൈബിളിലൊക്കെ പറയുന്ന യാഗപീഠം ഒരുക്കിയിട്ട് അങ്ങനെയാണല്ലോ ദൈവത്തിൻ്റെ ആത്മാവ് വരുന്നത് എന്ന് പറഞ്ഞ മാതിരിയാണ് കക്ഷി എന്നോട് പറഞ്ഞത്. ഇതിനെ ഫിക്സ് ചെയ്യണം. ഞാനത് ഫിക്സ് ചെയ്ത് കേട്ടോ. ഞാൻ ആ സ്ക്രൂ എല്ലാം ഫിക്സ് ചെയ്തു. അയാൾ പറഞ്ഞ മാതിരി തന്നെ ഇങ്ങനെ ആയിരുന്നെന്ന് എനിക്ക് തോന്നുന്നു. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇത് താഴെ എങ്ങാണ്ട് പോകും തോന്നുന്നു. ഇതിൻ്റെ താഴെ പോയിട്ട് ഇവിടെ ഒരു ഹോള് കാണുന്നു. ആ ഹോളിലോട്ട് എടുത്ത് വെക്കണമെന്ന് തോന്നിയത്. കുറേ പഴയതായതുകൊണ്ട് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. മണിയൊക്കെ ഉണ്ട് കേട്ടോ. ഇതിലൊരു മണിയൊക്കെ കക്ഷി തന്നിട്ടുണ്ട് കണ്ടോ. ഇതിലൊരു ചെറിയ മണിയൊക്കെ ഉണ്ട്. അപ്പോൾ പുള്ളി പറയുന്നത് നമ്മൾ ഇത് രാത്രിയിൽ, ഇവിടെ ഇപ്പോൾ 12 മണിയായി രാത്രിയിൽ. അപ്പോൾ ഇതിങ്ങനെ രാത്രി നമ്മൾ ഇങ്ങനെ ധ്യാനിച്ചിട്ട് സ്പിരിറ്റിനെ വിളിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ നമ്മൾ ഇത് വെച്ചിട്ട് ഇങ്ങനെ അടിക്കുന്നുണ്ട്. ഇങ്ങനെ വലിക്കുന്ന അതേമാതിരി വന്ന് തനിയെ ബെല്ലടിച്ചിട്ട് പോകുന്നതാണ് പറയുന്നത്. പറഞ്ഞ അനുസരിച്ച് ഞാനെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ പീഠം വേറൊന്നുമില്ല. ഇതിങ്ങനെ ഒരു 2 കമ്പ് മാത്രമേ ഉള്ളൂ. കമ്പിൽ ഇതെല്ലാം തുരുമ്പ് പിടിച്ച് തുടങ്ങി ആക്ച്വലി ഇതിൻ്റെ കമ്പിയെല്ലാം. പിന്നെ പുള്ളി പറഞ്ഞത് ഇതുപോലൊരു കയറ് നമ്മൾ ഇതിൽ കെട്ടിയിട്ട് ഇതിങ്ങനെ വെക്കണമെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. ഞാൻ ഇത്രയും നാളിത് ചെയ്യാതിരുന്നതെന്ന് വെച്ചാൽ എനിക്കൊരു പേടിയുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഇതൊന്ന് ടെസ്റ്റ് ചെയ്യാൻ പോവാം. നോക്കാം എന്തെങ്കിലും വരുമോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇവിടെ വേറെ ആരും ഇല്ലതാനും, ഞാൻ ഒറ്റയ്ക്കാണ് ഇവിടെ. അതാണൊരു പേടി. ഹലോ, സത്യമാണോ ഇത്? ഇതിനകത്ത് എന്തെങ്കിലും പരിപാടി നടക്കുമോ? ഇവിടെ ഉണ്ടോ? എൻ്റെ അടുത്തുണ്ടോ ആത്മാവേ? നല്ല ആത്മാവാണോ? ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നോടൊന്ന് സംസാരിക്കാവോ? ആ ചരടിലൊന്ന് വന്ന് പിടിച്ചിട്ടൊന്ന് സംസാരിക്കാൻ പറ്റുമോ? എൻ്റെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കുമോ? ഒന്ന് ഉത്തരം പറയാമോ? എൻ്റെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കുമോ? ഒന്ന് പറയാമോ?